കാഴ്ചപ്പാടിലൂടെ, പ്രത്യേകിച്ചും കേരള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ്. ചിലപ്പോൾ ഞാൻ കേരളം വിട്ട് മറ്റേതെങ്കിലും ദേശത്ത് പോവുകയാണെങ്കിൽ അവിടെയുള്ള മനുഷ്യരുടെ കാഴ്ചപ്പാടിലൂടെ ജീവിക്കാൻ ശ്രമിക്കും. ഞാൻ അങ്ങനെയാണ്. ഏത് സ്ഥലത്ത് പോയാലും അവിടെയുള്ള ആ മനുഷ്യരുടെ മാനസിക തലത്തെ എങ്ങനെയാണോ അവരെല്ലാം കാണുന്നത് ആ കാഴ്ചപ്പാടിലൂടെ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ ആളുകൾ മുഴുവൻ കമൻറ്റുകളിൽ പെട്ടുകിടക്കുന്നവരാണ്. മറ്റുള്ളവരുടെ നെഗറ്റീവ് കമൻറ്റുകളിൽ. അവർക്ക് പോസിറ്റീവല്ല വേണ്ടത്, നെഗറ്റീവ് കമൻറ്റുകളിൽ പെട്ടുകിടന്ന് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരുടെയും വീഡിയോയുടെ അടിയിൽ വന്ന് എഴുതി വയ്ക്കുന്നത്, കമൻറ്റ് വായിക്കാൻ എത്ര പേർ വന്നിട്ടുണ്ടോ, കമൻറ്റ് വായിച്ച് ചിരിക്കാൻ വന്നവർ വരൂ എന്ന്. അതാണ് ഞാൻ എടുത്ത. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയുടെ അടിയിലിരിക്കുന്ന കമൻറ്റുകളെ ഞാൻ എടുത്ത് എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ആഡ് ചെയ്തു. കാരണം അവരെ ഞാൻ മറ്റെങ്ങും വിടുന്നില്ല. എൻ്റെ ചാനലിൽ തന്നെ അവർ അടിപ്പെട്ട് കിടക്കണം. നെഗറ്റീവും പോസിറ്റീവും എല്ലാം എൻ്റെ ചാനലിൽ തന്നെ അടിപ്പെട്ട് കിടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം അവർക്കൊക്കെ വേണ്ടുന്ന കമൻറ്റുകളാണ്, സ്വന്തം അഭിപ്രായങ്ങളല്ല. സ്വന്തമായിട്ട് അവർക്കൊരു അഭിപ്രായമില്ല. മറ്റുള്ളവരുടെ കമൻറ്റുകളിൽ, മറ്റുള്ളവരുടെ വാക്കുകളിൽ അതിൽ പെട്ടുകിടക്കുന്ന മനുഷ്യരാണ് കേരള സമൂഹമെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ എല്ലാവരുടെ കമൻറ്റുകളെടുത്ത്, അതായത് എന്നെക്കുറിച്ച് പറയുന്ന കമൻറ്റുകളെടുത്ത്, നെഗറ്റീവാകട്ടെ പോസിറ്റീവാകട്ടെ എൻ്റെ ചാനലിൽ ഞാൻ ആഡ് ചെയ്തു. അതോടുകൂടി അത് വായിക്കാനായിട്ട് ആളുകളുടെ എണ്ണം കൂടി. ആളുകൾക്ക് വേണ്ടത് നെഗറ്റീവാണ്, പോസിറ്റീവല്ല. അപ്പോൾ എനിക്ക് ഈ നെഗറ്റീവും പോസിറ്റീവും ഒരേപോലെ ഉള്ളൂ. മനസ്സിലായോ? സൈക്കോളജി. ഈശ്വരൻ. എന്താണ് ഈശ്വരൻ? ഈശ്വരൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും നിറഞ്ഞതാണ് ഈ ലോകം. ഈ ലോകത്ത് അക്രമമുണ്ട്, കൊലപാതകമുണ്ട്, കൊലയുണ്ട്, നുണയും കൊതിയുണ്ട്, പരദൂഷണമുണ്ട്, കള്ളക്കടത്തുണ്ട്. അതുപോലെ തന്നെയാണ് നല്ലവരുണ്ട്, ചീത്തയവരുണ്ട്. എല്ലാം നിറഞ്ഞതാണ് ഈ ഭൂമി, ഈ പ്രപഞ്ചം, ഈ പ്രകൃതി, ഈ ലോകം, മനുഷ്യൻ്റെ മനസ്സ്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തു. മനുഷ്യൻ്റെ മനസ്സ് ഇത് എല്ലാം നിറഞ്ഞ ഒന്നാകുന്നു മനുഷ്യ മനസ്സ്. ആ മനുഷ്യ മനസ്സിനെ ആണ് ഞാൻ മനസ്സിലാക്കിയത്. കണ്ടടേ, ആ മനുഷ്യ മനസ്സിനെ വെച്ചാണ് ഞാനിവിടെ കളിക്കുകയാണ്. നിങ്ങളെ ഞാൻ കളി പഠിപ്പിക്കുന്നു, പക്ഷെ പഠിപ്പിക്കുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. നിങ്ങളുടെ മനസ്സ് അത് തന്നെയാകുന്നു ഞാൻ. എടോ, നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഞാൻ. നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണോ അത് തന്നെയാണ് പുറത്തുള്ള ഞാനും. എന്നാൽ ഞാനും നിങ്ങളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. നിങ്ങളുടെ ചിന്തകൾ മറ്റൊരു ലെവലാണ്, എൻ്റെ ചിന്തകൾ മറ്റൊന്നുമാണ്. ഞാനും നിങ്ങളും ഒത്തിരി ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അണ്ണാനും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മുയലും ആമയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിലെ മനസ്സ് തന്നെയാണ് ഞാൻ. അഹങ്കാരം അത് ഞാനാകുന്നു, അഹംബോധം അതും ഞാനാകുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള അഹങ്കാരം അത് ഞാനാകുന്നു, ഞാൻ തന്നെയാണ് ആ അഹങ്കാരം. പുറത്തുള്ള അഹങ്കാരം നിങ്ങളുടെ ഉള്ളിലുള്ള അതേ അഹങ്കാരമാണ് എൻ്റെ ഞാനും. പുറത്തുള്ള ഈ ദേഹം, ഈ സംസാരം, ഈ പ്രവൃത്തികൾ, ഈ മൈൻഡ്